ഈ ചട്നി നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കുറുകിയ ചട്നിയാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് എരിവിന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മുടെ പരിപ്പ് കടല ഉണ്ടല്ലോ, ആ പരിപ്പ് കടല അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് അരച്ച് കഴിയുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഉഴുന്നുണ്ടല്ലോ, ഉഴുന്നും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ആ ചെറിയ ഉള്ളിയും കൂടി കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല മൂത്ത് വരണം കേട്ടോ. നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണം. അപ്പോൾ ആ കളറൊക്കെ നല്ല മാറി അത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ അരച്ച് വെച്ച ചട്നി ഉണ്ടല്ലോ, ആ ചട്നിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലിക്കൊപ്പം ഈ ചട്നിയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പരിപ്പ് കടലിട്ടിട്ട് ചട്നി അങ്ങനെ അധികം ആൾക്കാരൊന്നും ചെയ്യാറില്ല. ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ചെയ്യാത്തവരെന്തായാലും ചെയ്ത് നോക്കൂ കേട്ടോ.